അല്ലാഹുവേ 96 ദിവസം തുടർച്ചയായി നോമ്പെടുത്തവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങൾ അവർക്കെല്ലാം നീ കൊടുക്കണേ അല്ലാഹ്. റമളാനിലെ നോമ്പും ബൈനോമ്പും ഒക്കെ എടുത്തവര്, ശവ്വാലിൽ 6 നോമ്പ് നോറ്റവര്, അതേ എല്ലാവർക്കും അതിന്റെ ഗുണങ്ങൾ നീ നൽകണേ അല്ലാഹ്. റമളാനിലെ നോമ്പും ശവ്വാലിലെ 6 നോമ്പും ഒരാൾ നോറ്റാല് അവർക്ക് 1 വർഷം നോമ്പ് നോറ്റ കൂലി എന്നല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. ചിലർക്കൊരു സംശയമുണ്ട്, റമളാനിലെ നോമ്പ് നോറ്റിട്ട് തുടർച്ചയായുള്ള റമളാൻ കഴിഞ്ഞ് ശവ്വാലിലെ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെയുള്ള തുടർച്ചയായ 6 ദിവസം നോമ്പ് നോറ്റാലേ 1 കൊല്ലം നോമ്പ് നോറ്റാലുള്ള കൂലി കിട്ടൂ എന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. ആ ധാരണ തെറ്റാണ്. റമളാനിലെ നോമ്പ് നോറ്റ് പിന്നീട് ശവ്വാലിൽ 6 നോമ്പ്, അത് തുടർച്ചയായി ആദ്യത്തെ ആ 6 ദിവസം നോക്കല് സുന്നത്താണ് എന്നത് ശരിയാണ്. അതേസമയത്ത് ശവ്വാലിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. ശവ്വാലിലെ വ്യാഴങ്ങളും തിങ്കളും ഒക്കെ ഉപയോഗപ്പെടുത്തി അങ്ങനെ 6 നോമ്പ് നോൽക്കണം. നോക്കമുള്ള ഒരു ഇബാദത്താണ്. മാത്രവുമല്ല 1 വർഷം നോമ്പെടുത്ത കൂലിയാണ്. അപ്പൊ തുടർച്ചയായ 6 ദിവസം നോക്കിയ ആളുകൾക്ക് മാത്രമേ കിട്ടൂ എന്നില്ല. ശവ്വാലിലെ 6 നോമ്പും റമളാനിലെ നോമ്പും നോറ്റവർക്കാണ് ആ വലിയ പുണ്യമുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1 വർഷം നോമ്പെടുത്തൊരു കൂലി. മാത്രവുമല്ല റമളാനിലെ ഫർളായ നോമ്പിന്റെ പിറകെ വരുന്ന 6 സുന്നത്തായ നോമ്പ്, അത് നമ്മുടെ നിസ്കാരങ്ങളിലെ സുന്നത്ത് നോമ്പ് നിസ്കാരങ്ങൾ പോലെയാണ്. ഫർളായ നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കല് ആ നിസ്കാരം സ്വീകരിക്കാൻ വലിയ കാരണമാണ് എന്നല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ശവ്വാലിലെ നോമ്പും വരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് ശവ്വാൽ തീരുന്നതിന് മുമ്പ് 6 നോമ്പെടുത്ത് വിടണം. അതുപോലെ നോമ്പ് ഖളാ ഉള്ളവർക്ക് ആ 2 നോമ്പും കൂട്ടി നോക്കാവുന്നതാണ്. ശവ്വാലിലെ നോമ്പും അതുപോലെ ഖളാഇന്റെ നോമ്പും 2 ഒന്നിച്ച് നോക്കി വീട്ടിയാലും ഇൻഷാ അല്ലാഹ് 2ന്റെയും കൂലി അള്ളാഹു തരും എന്ന് പ്രത്യേകമായി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ മക്കളുടെ കാര്യത്തിൽ വലിയ ബേജാറിലാണ്, വലിയ ടെൻഷനിലാണ്, വലിയ പ്രയാസത്തിലാണ്. അല്ലാഹുവേ എല്ലാവരുടെയും മക്കളെ നല്ല മക്കളാക്കണേ അല്ലാഹ്. മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് നല്ല മക്കളാക്കണേ റബ്ബേ, നല്ല മക്കളാക്കണേ അല്ലാഹ്. നല്ല ബുദ്ധിയുള്ള മക്കളാക്കണേ റബ്ബേ, നല്ല അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ്, നല്ല അദബുള്ള മക്കളാക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് കൈപിടിക്കുന്ന, ഞങ്ങൾക്ക് രക്ഷയാകുന്ന നല്ല മക്കളാക്കണേ അല്ലാഹ്. എന്ത് മോശത്തരങ്ങൾ അവരിൽ ഉണ്ടെങ്കിലും അതെല്ലാം നീ മായിച്ചു കളഞ്ഞ് നല്ല അഖലും നല്ല ബുദ്ധിയും നല്ല ചിന്താഗതിയും നല്ല മനസ്സും നല്ല ഖൽബും ഞങ്ങളെ മക്കൾക്ക് നീ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, മക്കളെ കാരണത്താൽ കണ്ണുനീര് കുടിക്കേണ്ടി വരുന്ന, കണ്ണിൽ നിന്ന് കണ്ണുനീറുകൾ ധാരധാരയായി ഒഴുക്കേണ്ടി വരുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. നല്ല അദബുള്ള മക്കളാക്കണേ റബ്ബേ, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റബ്ബേ. പ്രത്യേകം അതിനു വേണ്ടി മക്കളുടെ കാര്യത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നമുക്ക് ദുആ ചെയ്യണം.
ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. റമളാനിൽ മാത്രമല്ല, റമളാൻ കഴിഞ്ഞിട്ടും അല്ലാഹുവോട് ദുആ ചെയ്യണം. സ്വഹാബത്ത് റമളാനിലും റമളാനിന്റെ ശേഷം 6 മാസവും റമളാൻ ഉൾപ്പെടെയുള്ള 6 മാസക്കാലം അല്ലാഹുവോട് നിരന്തരം പറയുമായിരുന്നു അത്രേ, റമളാൻ സ്വീകരിക്കണേ അല്ലാഹ്, റമളാൻ സ്വീകരിക്കണേ അല്ലാഹ്. റമളാനിന്റെ മുമ്പുള്ള 6 മാസം അവര് റബ്ബിനോട് ദുആ ചെയ്യുമായിരുന്നു അത്രേ, ബല്ലിഗ്നാ റമളാൻ, റമളാൻ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ റബ്ബേ. അപ്പൊ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ദുആ തന്നെ വലിയൊരു ആയുധമാണ് ദുആ. ആ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, സദാസമയവും ദുആ ചെയ്യണം. ആ ദുആ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്ന ദുആയാവണം. ഞാനിന്ന് ദുബൈയിലെ ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്തു. അതേ ഖുത്ബയിലെ പ്രധാനപ്പെട്ട വിഷയം അതേ നമ്മൾ ചെയ്യുന്ന അമലുകളെ കുറിച്ചാണ്. ആർക്ക് വേണ്ടിയാണ് അമല് ചെയ്യുന്നത്? മനുഷ്യന്മാർക്ക് വേണ്ടിയാണോ അമലുകൾ ചെയ്യുന്നതെങ്കിൽ വഹുവ മിനൽ ഖാസിരീൻ, അവൻ പരാജിതരിൽ പെട്ടവനാണ്. മനുഷ്യന്മാരെ കാണിക്കാൻ വേണ്ടിയല്ലല്ലോ, ഒരാളുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടിയല്ലല്ലോ, ഞാൻ വലിയ അമല് ചെയ്യുന്ന ആളാണ്, നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോൽക്കുന്ന ആളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയല്ലല്ലോ, മറിച്ച് നമ്മൾ അല്ലാഹുവിന് വേണ്ടിയാണ്, ലിവജ്ഹില്ലാ, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അമല് ചെയ്യേണ്ടത്, അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് അമല് ചെയ്യേണ്ടത്. അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് അറിയുന്നുണ്ട്. എന്നിട്ട് ഖുതുബയിലെ ഒരു 3 വിഷയങ്ങൾ പറഞ്ഞു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹ്ശറയിലേക്ക് വരുന്ന 3 ആളുകളാണ്. ഒരു വിഭാഗം ആളുകൾ, അതാ ഒരു വിഭാഗം കുറെ പണ്ഡിതന്മാരാണ്. വേറെ ആളുകളോ അയാൾ കുറെ സ്വതക്ക കൊടുത്ത ആളാണ്. വേറെ ആളോ അയാൾ ജിഹാദ് ചെയ്ത ആളാണ്, യുദ്ധം ചെയ്ത ആളാണ്. ഈ ആലിമിനെ മുന്നിൽ കൊണ്ടുവന്നിട്ട്